UC കോളേജിൽ, ആലുവ UC കോളേജിൽ MA പഠിക്കുമ്പോൾ MA ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, പുതുമുഖങ്ങൾ ആവശ്യമുണ്ട്, പ്രേം നസീറിൻ്റെയും ശാരദയുടെയും കൂടെ അഭിനയിക്കാനായിട്ട്. ഞാൻ താടിയൊക്കെ വളർത്തി, മുടിയൊക്കെ നീട്ടി വളർത്തി, അന്നൊക്കെ ഒരു ഹിപ്പി കൾട്ട് ഉണ്ടായിരുന്നല്ലോ, ആ സ്റ്റൈലിൽ അങ്ങനെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കിട്ടും, ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവര് എപ്പോഴും ഒരു തീരുമാനം എടുത്തു, എന്തിനാണ് പ്രേം നസീർ ശാരദയും എല്ലാം പുതുമുഖങ്ങൾ വെച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്റർവ്യൂ നടത്തി എന്നെ ഹീറോ ആയിട്ട് സെലക്ട് ചെയ്തു. അനാവരണം എന്ന് പറയുന്ന പടം മലയാള സിനിമയിൽ അന്ന് ഏറ്റവും വലിയ ഒരു പ്രഭാവമായിരുന്നു. മുടിയൂടാ മന്നൻ എന്നൊക്കെ പറയുന്ന വിൻസെന്റ് മാസ്റ്റർ ആയിരുന്നു ഡയറക്ടർ. സോ അതൊരു വലിയ ബ്രേക്കായിരുന്നു എനിക്ക്. അങ്ങനെ വന്നു പെട്ടതാണ്. വീട്ടുകാരെന്ന് പറയാനായിട്ട് ഞങ്ങൾ 10 പേരാണ് മൊത്തം. അപ്പം ഞാൻ 9ാമത്തെയാണ്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല, പഠിക്കുന്നു പഠിച്ചില്ല അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കൃഷിയായിരുന്നല്ലോ വാപ്പയ്ക്ക് ജോലി. നിറയെ സ്ഥലങ്ങളുണ്ടായിരുന്നു, കൊയ്ത്ത്, പാടം, ബഹളം, കൊയ്ത്തുകാർ. അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചുമ്മാ എൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചു. അല്ലാതെ വേറെ ആരും ഒരു പ്രേരണ ഉണ്ടായിരുന്നില്ല. ഈ സിനിമ മാതിരി പോപ്പുലാരിറ്റി കിട്ടുന്ന, ഫെയിം കിട്ടുന്ന വേറൊരു മീഡിയ ഇല്ല. അപ്പം ഞാൻ ചെറുതാണ്, എനിക്കന്ന് 10-23 വയസ്സേ ഉണ്ടാവുള്ളൂ. ഞാൻ ഫൈനൽ ഇയർ പഠിക്കണമെന്ന് പറഞ്ഞില്ല, മിക്സഡ് കോളേജായിരുന്നു. അപ്പോൾ അന്ന് ഈ പേപ്പറിലൊക്കെ എൻ്റെ പടങ്ങൾ അച്ചടിച്ചു വരിക. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഷൈനിങ്, ഭയങ്കര ഷൈനിങ് ആയിരുന്നു. അതൊന്നും നമുക്കൊരിക്കലും തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോഴൊന്നും അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല, ചെറുതുമായിരുന്നു. അപ്പോൾ തിരിച്ചും അത് വിട്ടുപോകുന്നൊരു ഇതില്ലല്ലോ, എന്താ പറയുക, ഒരു ഗ്ലിറ്ററിങ് ഫീൽഡാണ്. വെള്ളിത്തിര എന്നൊക്കെ പറയുന്ന പോലെ താരങ്ങളാവുന്നു, പെട്ടെന്ന് എവിടുന്നോ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന മാതിരി എല്ലാവരും നോക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ വയസ്സിൽ വലിയൊരു കാര്യമായിട്ട് തോന്നിയിരുന്നു. ഇന്നത്തെ മാതിരി കേരളത്തിൽ അങ്ങനെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ മിക്കവാറും മദ്രാസിൽ തന്നെയായിരുന്നു. ഞങ്ങൾ എപ്പോഴെങ്കിലേ കേരളത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പോലീസിൻ്റെ കാവലുണ്ടാകും. കാരണം അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ എപ്പോഴും കാണാൻ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഇപ്പോൾ കാണാൻ പറ്റില്ല അധികം. അപ്പോൾ അതിൻ്റെതായ ത്രില്ലുണ്ടായിരുന്നു എപ്പോഴും. അനാവരണം, അതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ മുഴുനീള റോളായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അത് വിൻസെന്റ് മാസ്റ്ററെ പോലെ ഒരു അഗ്രഗണ്യം ചെയ്ത പടം, അതിലെ ഹീറോ. അത് ചെറുഷ്പം ഫിലിംസ് കൊച്ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 10-35 വർഷം കഴിഞ്ഞിരിക്കണം അല്ലേ. അന്നൊക്കെ സിനിമയിൽ വരാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അപ്പോൾ ആ സിനിമയെ കവിച്ച് വെച്ചിട്ട് നമുക്ക് വേറൊന്നും ഓർമ്മയുണ്ടാവില്ല. ആ സിനിമ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളെ ചീത്തയാക്കിയിട്ട് കൊല ചെയ്തിട്ട് പോകുന്ന ഒരു മുതലാളി അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. നോർത്തേൺ കേരളയിൽ നിന്ന് വരുന്നതാണ്. അബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അയാൾ തിരിച്ചു വന്നത് ട്രാങ്കൂർ സൈഡിൽ സെറ്റിലാവാണ്. വലിയ റബ്ബർ എസ്റ്റേറ്റൊക്കെ വലിയ മുതലാളിയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് താമസിക്കുകയാണ്. അവിടെ വരുമ്പോൾ എൻ്റെ പെങ്ങളമാതിരി ഒരു സ്ത്രീ അവിടെ കാണും. ഞാൻ പിന്നെ അവിടെ താമസമാകും. പിന്നെ അവർക്ക് വേണ്ടി ജീവിക്കുക. ഇയാൾ അവരെയൊക്കെ ഉപദ്രവിക്കരുന്നു, കുടിയന്മാരെല്ലാം ഉപദ്രവിക്കുന്നു, അവർ തൊഴിലാളികൾക്ക് ഉപദ്രവിക്കുന്നു. പിന്നെ അയാൾക്കെതിരായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതിൽ ഒരുപാട് നല്ല സീനുകളുണ്ടായിരുന്നു, നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നൊക്കെ ചോദിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ഇപ്പോഴും എന്നെ പറഞ്ഞ് മിമിക്രിക്കാരെ കളിയാക്കാറുണ്ട്. അന്നൊക്കെ നമ്മുടെ വോയിസ് മോഡുലേഷനൊന്നും അറിയില്ലല്ലോ ശരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അതിൽ പാട്ട് തന്നെ ഇപ്പോഴും നല്ല രസമുള്ളതാണ്. സരസ്വതിയാമം കഴിഞ്ഞു ഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു, എന്താ വരികൾ, വയലാറിൻ്റെ വരികൾ. അതിപ്പോഴും ഹിറ്റാണ് ആ പാട്ട്. ശരപഞ്ചരം ആനന്ദ് സാറിൻ്റെ ആയിരുന്നു. അതിൽ ഞാനായിരുന്നു ഹീറോ. പക്ഷേ നെഗറ്റീവ് റോൾ ചെയ്ത് ജയനാണ്. അതിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ആ ഒരു പടം കൊണ്ട് ജയൻ എവിടെയോ പോയി. 1.5 വർഷം പുള്ളി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 1.5 വർഷത്തിനിടയ്ക്ക് പുള്ളി ഉണ്ടാക്കിയ പേര്, ആരാധകർ, അത് വളരെ റയറായിട്ട് കിട്ടുന്നതാണ്. നന്നായിട്ട് ഓടിയ പടമാണ് ശരപഞ്ചരം. പക്ഷെ ആ ക്യാരക്ടർ അത്ര പവർഫുൾ ആയിരുന്നു. കാരണം എങ്ങനെ എടുത്തു എന്ന്, കാരണം അതിൽ ഞാൻ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അവിടുത്തെ ജോലിക്കാരൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ഇവരെയൊക്കെ ഉപദ്രവിക്കുന്ന, അവിടുത്തെ മുതലാളിയെ ഉപദ്രവിക്കുക, അവരുടെ ഭാര്യയെ ഉപദ്രവിക്കുക, അവരെ കയറി പിടിക്കുക, അവരുടെ മകളെ ഓടിച്ചിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
അതിന്ന് രക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്നിട്ടും ആ ക്യാരക്ടർ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. മലയാള സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മെച്ചമുണ്ട്. തമിഴ് സിനിമ കാണുന്ന മാതിരിയല്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അംഗീകരിക്കും. ഞാൻ പറഞ്ഞില്ല, ജയൻ അതിന് ശേഷമാണ് മേലെ വന്ന് 1.5 വർഷം കൊണ്ട് പുള്ളി എവിടെ പോയി എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോഴും ജീവിക്കുന്നു. സോ ചില നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്. സാധാരണ നമ്മൾ കാണുന്ന വില്ലൻ, ജോസ് ചേട്ടനൊക്കെ ചെയ്ത, ജോസ് പ്രകാശൊക്കെ ചെയ്ത വില്ലൻ റോളുകളല്ല. ഗണ്ണെടുക്കുക, മുതലക്കുട്ടികളെ കൂടി, അതൊന്നും അല്ല. അത് അത്ര പവർഫുൾ ക്യാരക്ടറായിരുന്നു അത്. പിന്നെ ഏതാണ് പ്രതിനായകൻ ചെയ്തതിൽ ഏറ്റവും നന്നായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയല്ല. ഇപ്പോൾ നീലത്താമര എന്ന് പറഞ്ഞ പടത്തിൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, മറന്നുപോയി ചില പടങ്ങളൊക്കെ. അതിലൊക്കെ തോന്നും പ്രതിനായകനാണെന്ന്, പക്ഷെ അത് കഴമ്പുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ജയൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ കുറച്ച് കഴമ്പുള്ളൊരു ക്യാരക്ടറായിരുന്നു. കുറച്ച് സീനുകളേ ഉള്ളെങ്കിലും ഇറ്റ് വാസ് എ സ്ട്രോങ് ക്യാരക്ടർ. അത് അന്നത്തെ കാലത്ത് നന്നാക്കി എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അപ്പോഴും ഞാൻ പഠിച്ചു വരുന്നത്, അത് 78 മറ്റു സിനിമയാണത്. ഞാനിപ്പോൾ നീലത്താമര ലാൽ ജോസ് ചെയ്തും കണ്ടായിരുന്നു. മറ്റത് യൂസഫ് അലി കേച്ചേരിയാണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പഴയത് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അതിൽ വേറെ വളവും തിരിവൊന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രെയിറ്റ് നാറേഷൻ. അത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ക്യാരക്ടർ പോലും പഴയ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ അംബികയുടെ ബ്രദറോ മറ്റോ ആയിരുന്നു അഭിനയിച്ചത്. അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നത്തെ കാലഘട്ടം വ്യത്യാസമുണ്ട്. നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതിൽ അങ്ങ് ജീവിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന നല്ല നല്ല ഓർമ്മകൾ, സുഖം തരുന്ന ഓർമ്മകൾ എപ്പോഴും പഴയ കാലത്തായിരിക്കും. നമ്മളതിൻ്റെ ചുറ്റും പാടങ്ങളായിരുന്നു, നടവരമ്പുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്ക് മലവെള്ളം വരുമ്പോൾ കളിക്കാൻ വഞ്ചി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിള്ളേരടുത്ത് നെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. വാട്ട് നെല്ല് എന്നൊക്കെ ചോദിച്ചു. സോ അത് വ്യത്യാസങ്ങൾ വരും. നമ്മളത് അംഗീകരിക്കുന്നു, നമ്മൾ അതിലേക്ക് ഇഴുകിച്ചേരുന്നു. നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നു എന്ന് പറഞ്ഞ മാതിരി. ബട്ട് നമുക്ക് സുഖമുള്ള അനുഭവം ഉള്ളത്, നമ്മുടെ കുളിക്കാൻ പോക്കും, നീന്താൻ പോക്കും പുഴയിലൊക്കെ, അതൊക്കെ ഒരിക്കലും ഇപ്പോഴത്തെ പിള്ളേർക്ക് ആസ്വദിക്കും. ഇപ്പോഴത്തെ പിള്ളേർ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ നീന്തായിരിക്കും. അപ്പോൾ അത് എപ്പോഴും നല്ല ഓർമ്മകളായിരുന്നു. എപ്പോഴും ഒരു നിഷേധിയായിരുന്നു പുള്ളി. വന്നിട്ട് ഒരു ബന്ധുവുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കുന്നു, എനിക്ക് അവളെ ഒന്ന് കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുമാതിരി നിഷേധിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അവസാനത്തെ ഇത് മതിയല്ലോ, അതിൻ്റെ ക്ലൈമാക്സ് നല്ലതായിരുന്നു. ഞാൻ ഒരു മുള്ള് തട്ടിത്തെറിപ്പിച്ചിട്ട് അമ്പിയുടെ കൈ പിടിച്ച് മേലോട്ട് കിട്ടുന്നു, വരൂ. അപ്പോഴേക്കും ഒരു വിഴുപ്പ് അലക്കാനായിട്ട് ആ വീട്ടിലേക്ക് വേറൊരു ജോലിക്കാരി പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ആ സീനൊക്കെ നല്ല സീനുകളായിരുന്നു. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 10-30 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പറ്റുന്ന അഭിനയം തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ എഴുതാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ പേന ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഒന്നും വരില്ലായിരിക്കും. അതൊക്കെ പറയാൻ എളുപ്പമാണ്, അത് നടക്കില്ല. എല്ലാവർക്കും എല്ലാം എന്താ പറയുക, ഉപദേശങ്ങളൊക്കെ പെട്ടെന്ന് കൊടുക്കാം. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അത്. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും കുട്ടിക്കളിയല്ല. അതൊക്കെ ചെയ്യാമായിരിക്കും, ചെയ്യുന്നുണ്ട്. പക്ഷേ ഡയറക്ഷൻ്റെ ഒരു എല്ലായിടത്തും തന്നെ ഡയറക്ടേഴ്സ് വളരെ ചുരുക്കമാണ് ഇവിടെ. അതൊക്കെ പഠിക്കാനുണ്ട്. ഈ നല്ല ഡയറക്ഷൻ പഠിക്കണം എന്നല്ല, ആരും മനസ്സിലുണ്ടാകും അതൊക്കെ. ഇപ്പം നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ എഴുതാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പുള്ളി എഴുതുകയല്ല, നോവൽ എഴുതുകയല്ല, അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങനെ വരികയാണത്. പുള്ളിയുടെ ഭാഷകളൊക്കെ അതങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ അത് ജന്മന കിട്ടിയൊരു സിദ്ധിയാണ്. അപ്പം മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന മാതിരി അത് ജനിച്ചു വീണപ്പോൾ തന്നെ അഭിനയിക്കാൻ വേണ്ടി ജനിച്ചതാണ്. അവൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ നടക്കണമെന്നില്ല. അതുപോലെ മമ്മൂട്ടി പക്ഷേ ഉണ്ടാക്കിയെടുത്തതാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പത്തിൽ തോന്നി എനിക്ക് ആകണം. ആ ത്വരയുണ്ടായിരുന്നു എപ്പോഴും. അതായി. എപ്പോഴും അഹങ്കരിക്കാവുന്നതാണ് മമ്മൂട്ടിക്ക്. അതിൽ മലയാള സിനിമയ്ക്ക് ഒരു അവസ്ഥക്കേട് ഉണ്ടായിട്ടില്ല. പുതിയ നല്ല ഡയറക്ടേഴ്സ് വരുന്നു, പുതിയ നല്ല ആക്ടേഴ്സ് വരുന്നു. അവർക്ക് അർപ്പണബോധമുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിനൊക്കെ എടുക്കുക, ഇപ്പോഴത്തെ കുറേ പുതിയ പിള്ളേരുണ്ട്, അവർക്ക് അർപ്പണബോധമുണ്ട്. അപ്പോൾ ഒരവസ്ഥയ്ക്ക് കോട്ടം വന്നിട്ടില്ല. പിന്നെ അവർ എന്താ പറയുക, കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട് അവർക്കൊരു. പക്ഷേ നമ്മുടെ വ്യൂ ഫൈൻഡർ എന്നൊക്കെ പറഞ്ഞാൽ കാഴ്ചയ്ക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലാതെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളർന്നിട്ടല്ലേ ഉള്ളൂ.
ഇപ്പോൾ സലീം കുമാറിന് ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടാൻ നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ്. പണ്ടൊന്നും അങ്ങനെ ചിന്തിക്കില്ല. അതിൽ ആര് പ്രേം നസീറുണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയുണ്ടോ മോഹൻലാലുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവാർഡ് കൊടുക്കുക. സലീം കുമാറിനെ പോലെ ഒരാൾക്ക് കിട്ടാൻ നമുക്കൊക്കെ അഭിമാനം തോന്നുന്നില്ലേ? അപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ താഴേക്കല്ല, ഒരിക്കലും താഴേക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പണ്ടത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ MTയുടെ കഥകൾ, ആ കഥകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ ജീവിതമായിട്ട് എപ്പോഴും ബന്ധമുള്ള കഥകളായിരുന്നു. അപ്പോൾ അതിനോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും. ഇന്ന് കൂട്ടി ഉണ്ടാക്കുന്നതാണ്, യോജിപ്പിച്ചുണ്ടാക്കുന്ന, അപ്പോൾ കുറച്ച് അകൽച്ച തോന്നാൻ സാധ്യത, പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്. പഴയ പാട്ടുകൾ നമുക്ക് ഇപ്പോഴും പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയ പാട്ട് പുതിയ പാട്ടൊന്നും ഇല്ല, പക്ഷെ അതിലെ വരികളും ഒക്കെ സുഖമുള്ളതായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ വരികൾക്ക് പ്രസക്തിയില്ല. അത് അവർ മ്യൂസിക് ഡയറക്ടർ എങ്ങനെ കമ്പോസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ലൈൻസ് വരിക. അപ്പോൾ കടകടകടകടാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വ്യക്തമാവില്ല അല്ലേ? അതൊക്കെയുള്ളൂ വ്യത്യാസമായിരുന്നു. പക്ഷെ അവസ്ഥയ്ക്ക് മോശം വന്നിട്ടില്ല. പിള്ളേർക്ക് അതാ ഇഷ്ടം. ഇപ്പം നമ്മളും ചില പാട്ടുകളൊക്കെ എത്രയോ രസിക്കുന്നുണ്ട്, പുതിയ പാട്ടുകൾ അല്ലേ?